ഹലോ ഗായ്സ്, അനീഷിൻ്റെ പി ആർ ടീംസൊക്കെ ഇപ്പോൾ പ്രാന്തം പിടിച്ചിട്ട് ഓടുകയാണ് ഗൈസ്. അതേപോലെ തന്നെ അനുമോളിൻ്റെ പി ആർ ടീംസും പ്രാന്തം പിടിച്ചിട്ട് തല കുത്തി മറിയാണ് ഗൈസ്. ഇത് ഞാൻ പറയണതല്ല കേട്ടോ. ഈ ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ലൈവ് കണ്ടതിന് ശേഷം പലരും വീഡിയോ ചെയ്തപ്പോഴേ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ കയറിയിട് അനീഷിൻ്റെ ഞാൻ ഇപ്പോൾ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അനീഷിൻ്റെ പി ആർ ടീംസിൻ്റെ ഇപ്പോൾ എന്ത് ചെയ്യും, അനുമോൾ ഇനി പി ആർ ടീംസിന് എന്ത് ചെയ്യും, അവർ തമ്മിൽ ക്രഷാണ് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ഇനി എന്ത് ചെയ്യും. അതായത് ഉള്ളിൽ അനുമോളും അനീഷും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഭയങ്കര കമ്പനിയായിട്ട് അങ്ങനെ ഒരു ക്രഷാണെന്നുള്ള ലെവലിലുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് അവിടെ കാണിച്ചത്. അത് ഗെയിമാണ്, എന്ത് തേങ്ങ ആയിക്കോട്ടെ, അങ്ങനെയാണ് സംഭവം. അപ്പോൾ പുറത്ത് എന്താ വെച്ചാൽ അനുമോളും അനീഷും തമ്മിൽ എപ്പോഴും ഒരു ഖത്തറ രീതിയിൽ അവിടെ, അല്ലെങ്കിൽ പുറത്ത് ഫാൻ ഫൈറ്റ് ഭീകരമായിട്ട് നടക്കണം. ഫാൻ ഫൈറ്റ് എന്നതിനൊക്കെ കൂടുതൽ എനിക്ക് തോന്നുന്നു പി ആർ ടീമുകളുടെ ഫൈറ്റ്. എന്തൊക്കെയായിരുന്നു അവിടെ, കേസ് ഫയൽ ചെയ്യണു, അത് ചെയ്യണു, ഇത് ചെയ്യണു, മണ്ണാ കട്ട ഒലക്കപ്പിണ്ണാക്ക്. അവരവിടെ അടിപൊളിയായിട്ടാണ് അവിടെ പോണത്. ഇത് വെച്ചാൽ ബിഗ് ബോസ് കപ്പ് ആർക്ക്, അപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പ്ലെയേഴ്സ് എന്ന് വിലയിരുത്തപ്പെടുന്ന രണ്ട് പേരാണല്ലോ. ഇപ്പോഴല്ല കേട്ടോ, ഈ രണ്ടാഴ്ചയായിട്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല കേസ് സ്ട്രോങ് പ്ലെയേഴ്സ് ആണ് എന്നുള്ള ലെവലിൽ. എന്തായിക്കോട്ടെ, അനീഷും അനുമോളും അപ്പോൾ ഇവർ പി ആർ ടീംസ് പുറത്ത് കലബലോ കത്തറ പുത്തറ തവളാച്ചി അങ്ങോട്ട് തെറി വിളിക്കുക. ഇപ്പോൾ പുതുതായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി, അനീഷ് ഒരു കോഴിയാണോ എന്നാണ് കേസ്. ബിഗ് ബോസ് കോഴി അനീഷ്, അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിലെ വേറൊരു കോഴിയാണ് അനുമോൾ എന്ന് പറയേണ്ടി വരും കേസ്. അല്ലാണ്ട് ഒരാളുടെ മാത്രം മണ്ടയിലിട്ടിട്ട് പോകല്ലേ. ഇങ്ങനെ കോഴിത്തരം അതല്ല കേട്ടോ, അങ്ങനെ അത് വിചാരിക്കട്ടെ. അത് കണ്ടോണ്ടിരിക്കാറേ, ബിഗ് ബോസിൻ്റെ എപ്പിസോഡും ബിഗ് ബോസിൻ്റെ ലൈവും കണ്ടോണ്ടിരിക്കുക. ആളുകൾക്ക് എന്തെങ്കിലും ഒരു രസം വേണ്ടേ, ആ രീതിയിലുള്ളൊരു കണ്ടൻറ് ഉണ്ടാക്കിയതായിരിക്കും ഈ അനീഷും അനുമോളും എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ അനുമോളോട് അതേപോലെ ജിസൈലിനോടൊക്കെ ഒരു ഇഷ്ടം പറഞ്ഞു ഇപ്പോൾ എല്ലാവരും അത് പ്രേമം അല്ലെങ്കിൽ ലസ്റ്റ് അങ്ങനെ ഒന്നും എടുക്കട്ടെ, ക്രഷ് എന്തിനപ്പോൾ അങ്ങനെ എടുക്കണം, അങ്ങനെയല്ല. അനീഷിൻ്റെ ഭാഷയിൽ പറയുന്നത് സൗകുമാര്യതേ, എന്ത് കുമാരി ആയാലും ശരി ഒരിഷ്ടം അല്ലേ, ഒരു സോഫ്റ്റ് കോർണർ, ഒരു സോഫ്റ്റ് ഫീലിംഗ് അനീഷിന് തോന്നി. അനീഷ് എന്തൊരു മനുഷ്യനല്ലേ, അനുമോൾ ഒരു മഞ്ചത്തിയല്ലേ, ജിസയിൽ ഒരു മഞ്ചത്തിയല്ലേ. എന്തായാലും സംഭവം അത് കണ്ടുകൊണ്ടിരിക്കുക നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും അവിടെ ജിസയിൽ കൂടി വേണ്ടതായിരുന്നു. ജിസയിൽ ഇനി അതിനോട് റെസ്പോണ്ട് ചെയ്യുമെന്നാവും കേട്ടോ, അനീഷിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട്, ഈ ഒരു പ്രതികരണത്തോട്. എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പോൾ അനുമോൾ ആ ഒരു കാര്യത്തെ പ്രതികരിച്ച രീതി നിങ്ങൾ ശ്രദ്ധിച്ചോ. അനുമോൾ എങ്ങാനും അവിടെ എനിക്ക് അനീഷേട്ടനോട് ഒരു തേങ്ങയില്ല, ഇയാൾ എന്താ പറയണമെന്ന് പറഞ്ഞിട്ട് അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൽ കടന്നിട്ടുണ്ടാവും പി ആർ ടീംസ് തമ്മിൽ അല്ലേ. എനിക്ക് അങ്ങനെ തോന്നണത്. അപ്പോൾ അനുമോൾ അത് രസമായിട്ട് എടുത്ത് അല്ലേ, ഷാനവാസിനോടൊക്കെ പറഞ്ഞു കേട്ടില്ലേ, എന്താ ഷാനവാസ് നിങ്ങൾ ഫ്രണ്ട് മാത്രമാണ് എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്നുള്ള രീതിയിൽ. എന്തായാലും എന്തായി കുറച്ച് സിനിമാറ്റിക്കായ ഒരു ഡ്രമാറ്റിക്കായ രീതിയിൽ അവളത് ഹ്യൂമറായിട്ട് ഫണ്ണിയായിട്ട് എടുത്തത് അടിപൊളിയായി ഗൈസ്. അല്ലെങ്കിൽ ഇപ്പോൾ അതിൽ ഒരാൾ എന്തിപ്പോൾ വേറെല്ലാവർക്കാണെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് എടുക്കായിരുന്നു. ആ കണ്ടസ്റ്റൻസ് ആരെങ്കിലും ഒരാൾ അനീഷ് കോഴിയാണ്, അനീഷ് ജിസൈലിനോട് ക്രഷാണ് പറയണു, അല്ലെങ്കിൽ അനുമോളോട് ക്രഷാണെന്ന് പറയണു, ഇവർ കോംബോ കളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ അത്യാവശ്യം നല്ല രീതിയിൽ ഈഗോ ഉള്ള ഒരു ടീം അവിടെ ഉണ്ട് വിചാരിക്കുക, ചിലപ്പോൾ പുകഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ എല്ലാവരും പറയുന്നത് ഇത് വളരെ മോശമാണ്, ഇത് എന്ത് കണ്ടസ്റ്റൻസ് പോരാ, അങ്ങനെയാണ്, സ്റ്റാൻഡേർഡ് ഇല്ല, നിലവാരമില്ല, ഒരാൾക്ക് ബിഗ് ബോസ് കപ്പ് ഉയർത്താനുള്ള ഒരു റേഞ്ച് ഇല്ല എന്നൊക്കെ. അതെന്താണ്, തമ്മിൽ ഭേദം തൊമ്മൻ, അതിലുള്ള ഒരാൾക്ക് കപ്പ് കിട്ടും, അത്രയേ ഉള്ളൂ. ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരാൾ, ഗെയിം കളിക്കണ ഒരാളും ഒക്കെ പല മാനദണ്ഡങ്ങളാവും. ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ എന്തായാലും കപ്പടിക്കൂല, അതൊരു ഉറപ്പാണല്ലോ അല്ലേ. അങ്ങനെയല്ലേ, ഇനി വേറെ എന്തെങ്കിലും കളികളിൽ നടക്കുന്നുണ്ടോ. എന്തായാലും ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, ഇവിടെ അങ്ങനെ ഒരുപാട് ഈഗോ ഉള്ള ഒരാൾ അവിടെ ഇല്ല. അതാണ് ഈ ഒരു ഇങ്ങനെ ഒരു രസമുള്ള ഒരു കുറച്ച് മൊമെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയാനുള്ള ഒരു കാരണം എന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഈഗോ ഉള്ള ഒരു ടീം അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവസ്ഥ എന്താ, ഇത് വലിയൊരു കണ്ടൻറ്റാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടാവും. അനീഷിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി, അനീഷിന് നല്ല ഹേട്രഡ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. പ്രത്യേകിച്ച് പുറത്ത് അജ്മൽ അമീറിൻ്റെ കാര്യങ്ങളും, അല്ലെങ്കിൽ പല ആളുകൾ കോഴിത്തരം കാണിക്കണം, ആര്യൻ്റെ കാര്യം അല്ലേ. ആര്യൻ കോഴിത്തരം എന്ന് കാണിച്ചിട്ട് എനിക്ക് തോന്നില്ല കേട്ടോ. ആര്യനെതിരെ ആര്യൻ ഒരുത്തിനെ ആസ്ക് ഔട്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ഡേറ്റിംഗ് പോലെ അല്ലെങ്കിൽ വേറൊരു സ്നേഹം കാണിക്കുന്ന പോലെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യുന്ന ഒരു സംഗതി, അത് കോഴിത്തരമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ ബിഗ് ബോസിൽ അനീഷും അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇടാനുള്ള ഒരു കാരണമായി തീർന്നേനെ ഈഗോ ഉള്ള ആരെങ്കിലുമൊക്കെ അവിടെ അതിനൊരു കണ്ടൻറ്റാക്കി മാറ്റിയിരുന്നെങ്കിൽ അല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും
അത്ര ഈഗോ ഒന്നും ഇല്ലാത്ത എന്നാൽ നല്ല ഹ്യൂമർ സെൻസ് വെച്ചിട്ട് കാര്യങ്ങൾ നോക്കി കാണുന്ന ആളുകൾ ബിഗ് ബോസ് ഹൗസിൽ ഇക്കൊല്ലം ഉണ്ട് എന്നുള്ളതാണ് ബിഗ് ബോസിൻ്റെ ഒരു സൗന്ദര്യമായിട്ട് ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ഗൈസ്. രസമുണ്ട്. മറ്റേത് ഫുള്ള് നെഗറ്റിവിറ്റിയും അത് ഇതും ഈഗോ ക്ലാഷും ഇതൊക്കെ ആയിട്ടൊക്കെ സംഭവമൊക്കെ മാറിയിരുന്നേനെ. എനിക്കതല്ല ഇതിൽ വേറെ കേട്ട് ആര് കേട്ടോ അപ്പം കുപ്പി എടുത്ത് വന്നിട്ട് കുപ്പി എറിയട പോലെയുള്ള ഒരു സംഗതി കളിച്ചാൽ അത് ഭയങ്കര ഫണ്ടി ആയിട്ടല്ലേ, ഭയങ്കര ഇമ്പൾസീവായിട്ടാവും പെരുമാറുന്ന പോലെ സാധനം. എന്തായാലും രസമുണ്ട് സംഗതി. എന്താ സംഭവം അല്ലേ. ഇപ്പോൾ ഈ ആരടാ ജിസേലിനെ തൊടാതുള്ള ഇതിൽ അവ സീരിയസ് ആയിട്ടാണ് അത് അപ്രോച്ച് ചെയ്തെങ്കിലുള്ള അവസ്ഥ എന്താ. ആര്യൻ അനീഷിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനോട് അല്ലേ, അല്ലെങ്കിൽ അനീഷിൻ്റെ പ്രതികരണത്തോട് ക്രഷുമായി ബന്ധപ്പെട്ട് ജിസേലിനോട് ക്രഷ് ഉണ്ടായിരുന്നു, സ്നേഹം തോന്നി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടല്ലോ. എന്തായാലും സ്നേഹം അങ്ങനെ എടുക്കുക, ഭയങ്കര രസമുള്ള ഒരു അവർ തമ്മിലുള്ള ഒരു ഇതേ. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അവരെല്ലാവരും കുറച്ച് ദിവസം അവിടെ ഇത്രയും ദിവസങ്ങൾ അവിടെ ഒരുമിച്ചുണ്ടായിരുന്നല്ലേ. അപ്പോൾ ഇപ്പം ആളുകൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൃത്യമായിട്ട് പ്രേമം ക്രഷ് അങ്ങനെയൊന്നും പേരിട്ട് വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പരസ്പരം നമുക്ക് അവർക്ക് സിങ്കാവുന്ന പോലെയൊക്കെ തോന്നുന്ന ആളുകളില്ലേ, അങ്ങനെയാണ് ഞാനിതിൽ അങ്ങനെയായിട്ടോ എടുക്കണത്. അല്ലാണ്ട് ഇപ്പോൾ ദിനങ്ങൾ ഭയങ്കരമായിട്ട് അവർ തമ്മിൽ മുട്ടിഞ്ഞ ലപ്പാണ് വേറെന്തോ ദുരുദ്ദേശമാണ് അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഞാനെന്തായാലും അങ്ങനെ വിചാരിക്കുന്നില്ല. എന്തായാലും നന്നായിട്ടുണ്ട്. അനീഷ് കാട്ടുകോഴിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടേ വേണമെങ്കിൽ ഈ എന്താ പറയുക അനുമോളുടെ PR ടീംസിന് ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരമാണ് അനുമോൾ ഇല്ലാണ്ടാക്കിയത് അല്ലേ. എന്നാൽ അനീഷിനെതിരെ എന്തൊക്കെ സംഭവിച്ചായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് ഗൈസേ. അല്ല ഇതിപ്പോൾ അനുമോളാണ് പറയുന്നത് വിചാരിക്കുക, അനുമോളോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ക്രഷ് കൂടെ ആരുടെ എന്തെങ്കിലും ഉണ്ടാവും. അത് അനുമോൾ അപ്പോൾ ആരുടെ പേര് പറയും, ആര്യൻ്റെ അതോ അനീഷിൻ്റെ. എൻ്റെ അവസ്ഥ ഇത് ആലോചിച്ചോക്ക്. അപ്പോഴും അനുമോൾക്കെതിരെ ആളുകൾ ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഹേറ്റ്രെഡ് പോലെ അവളെ ഭയങ്കര മോശമായിട്ട് ചിത്രീകരിക്കുന്ന പോലെ, അല്ലെങ്കിൽ അപ്പോൾ ജിസയിലും കൂടി അതിൻ്റെ ഇടയിൽ ഒരു കണ്ടൻ്റായിട്ട് ആളുകൾക്ക് വന്നേനെ. ഇപ്പോൾ അനുമോളോട് ചോദിച്ചു, അനുമോൾ പറയാണ് ഫോർ എക്സാമ്പിൾ എനിക്ക് ആര്യനോട് ഒരു ക്രഷ് തോന്നിയിരുന്നു, അല്ലെങ്കിൽ ഇഷ്ടം തോന്നിയിരുന്നു, അനീഷിനോട് ഇഷ്ടം തോന്നിയിരുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ എത്ര നെഗറ്റീവായിട്ടാണ് സംഗതി എടുക്കുക എന്നാണ് കേസ് എനിക്ക് തോന്നണത്. എന്തായാലും രസമുണ്ട്, നന്നായിട്ടുണ്ട്. ഇവിടെ എന്തിനാണ് ഹേറ്റ്രെഡ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. രസമുള്ള കോഴിത്തരോ അകലെടുക്കാം, അല്ലെങ്കിൽ രസമുള്ള കോംബോ നല്ല രസമുണ്ട്, അടിപൊളി ഗൈസ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.